ജില്ലാ കളക്ടർ അല്ലെങ്കിലും എനിക്കുണ്ട് വലിയ വലിയ സൗഹൃദങ്ങൾ. ഇനി അതിലൊരു വഴക്ക് വേണ്ട. ഈശ്വര സഹായം കൊണ്ട് മറ്റൊന്നും സംഭവിച്ചില്ലല്ലോ. ധനുഷ് മുറിയിലേക്കല്ല. ഇന്നലെ മുഴുവൻ സ്റ്റേഷനിലല്ലായിരുന്നു. പോയി അല്പം വിശ്രമിക്കേ. ആ സർ, എനിക്കെല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ട് ഒരു കേസിൽ പ്രതിയായിട്ട് സ്റ്റേഷനകത്ത് കിടക്കുന്നത്, അതും ചെയ്യാത്തൊരു കുറ്റത്തിന് വേണ്ടി. എനിക്കറിയാം, ഞാൻ ഈ വിവാഹവുമായിട്ട് മുന്നോട്ട് പോയാൽ ഇനി ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കും. ഇപ്പൊ തന്നെ തലനാരിഴയ്ക്ക് ഞാൻ രക്ഷപ്പെട്ടത് അവന്തിക മേഡത്തിൽ ഇടപെട്ടതുകൊണ്ടാ. ഇത്തവണ സത്യം തെളിയിക്കാൻ പറ്റി. ഇനി ചിലപ്പോൾ അതിന് കഴിഞ്ഞൊന്നും വരില്ല. ഞാൻ പറയുന്നത് തെറ്റാണെങ്കിൽ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. എനിക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ല സർ. ഇത് എന്റെ മാത്രം അഭിപ്രായമല്ല, എന്റെ വീട്ടുകാരുടെ കൂടിയാ. ഇനിയും ഇതുപോലുള്ള പ്രതികാര നടപടികൾ എനിക്ക് താങ്ങാനാവുന്നതല്ല സർ. ധനുഷ്, അതിനും മാത്രം പ്രശ്നമൊന്നും ഇവിടെ ഇല്ല. ഉടനെ നിങ്ങളുടെ വിവാഹം ഞാൻ നടത്തി തരും. എന്താ ധനുഷിന് വിശ്വാസമില്ലേ എന്നെ? ഇത് വിശ്വാസത്തിന്റെ കാര്യമല്ല സർ, ഒരാളുടെ അഭിമാനത്തിന്റെയാ. ഞാൻ അന്നേ പറഞ്ഞില്ലേ സർ, എല്ലാത്തിനും ഒരു പരിധിയുണ്ടെന്ന്. ഇതിനപ്പുറം ഒന്നും എനിക്ക് പൊറുക്കാനും സഹിക്കാനും സാധിക്കില്ല. ഇനിയും കൂടുതലായി പറഞ്ഞു എന്നെ ആശയക്കുഴപ്പത്തിലാക്കരുത്. എനിക്ക് ഏറ്റവും നന്ദി പറയാനുള്ളത് തന്നോട് സ്നേഹ. എന്നെ ഇത്രയും സ്നേഹിച്ചതിന്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമായ എന്നെക്കാൾ യോഗ്യനായ ഒരാളെ തനിക്ക് കിട്ടും. ആരുടെ എതിർപ്പില്ലാത്ത എല്ലാവരുടെ അനുവാദം വാങ്ങി തന്നെ തനിക്ക് വിവാഹം കഴിക്കാം. കൂടുതലായി ഞാനൊന്നും പറയുന്നില്ല. നന്ദിയുണ്ട് എല്ലാവരോടും. ശരി,
താങ്ക്സ് അനി. ഓക്കെ. എന്താ സച്ചേട്ടാ, എന്താ ഉണ്ടായത്? കാര്യം നമ്മൾ കരുതിയ പോലെ തന്നെ അർച്ചന. ധനുഷിന്റെ കുറ്റങ്ങൾ മറ്റൊരാൾ ഏറ്റുപറഞ്ഞ് സറണ്ടറായി. അയാളുടെ പേരാണ് ഷാഹിറെന്നും ആ പെൺകുട്ടിയുടെ മരണം താൻ കാരണമാണെന്നും അയാൾ സ്റ്റേഷനിൽ മൊഴി കൊടുത്തുവന്ന്. മറ്റാരൊക്കെയോ ചേർന്ന് ഇതിനിടയ്ക്ക് നല്ല കളി കളിച്ചെന്ന് വ്യക്തമായ കാര്യമാണ്. ഞാൻ ശാലിനി ഒന്ന് വിളിക്കാം. അവൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ചോദിച്ചു നോക്കാം. എടോ, അത് വേണ്ട അർച്ചന. ഇനി ശാലിനിക്ക് ഒന്നും ചെയ്യാനാവില്ല. പുതിയ പ്രതിയെ കണ്ടുപിടിച്ച് എഫ്ഐആർ ഇട്ട് ഇതിനോടകം അവർ കോടതി ഹാജരാക്കാനുള്ളതെല്ലാം ചെയ്തിട്ടുണ്ടാവും. ശാലിനി നമ്മൾ ഇത്രയൊക്കെ സഹായിച്ചിട്ടും ഒന്നും നടന്നില്ല എന്നറിഞ്ഞാൽ അത് ശാലിനിക്ക് നല്ല വിഷമമുണ്ടാക്കും. ആ ഒരു കേസിൽ ഇനി നമുക്ക് ധനുഷിനെ ഒന്നും ചെയ്യാനാവില്ല. ഇനി പുതിയതെന്തെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. എന്തൊരു കഷ്ടമാണ് ഈശ്വര. അവനെതിരെ എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും അവസാനം ഇങ്ങനെ ആയല്ലോ. ഈ സംഭവത്തോടു കൂടി നന്ദേട്ടനും വാശി കൂടി കാണും. ഇനി എത്രയും പെട്ടെന്ന് നിശ്ചയം നടത്താനായിരിക്കും നന്ദേട്ട് ശ്രമിക്കുന്നത്. അവൻ നേരത്തെ സങ്കടം അഭിനയിച്ച് വീട്ടിലുള്ള എല്ലാവരുടെയും സഹതാപം പിടിച്ചു പറ്റിയിട്ടുണ്ട്. നമ്മൾ ഇതിനപ്പുറം ഇനി എന്ത് തെളിവ് കൊണ്ടുവന്നാലും കോടതി അവനെ ശിക്ഷിച്ചാലും ശരി, ഇവിടെയുള്ളവര് അവനൊപ്പം നിന്ന് അവനെ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കും. നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോവാൻ സച്ചേട്ടാ. അവിടെ പോയി നേരിട്ടറിയാം കാര്യങ്ങള്. എന്താ നടന്നതെന്ന് നമുക്കൊന്ന് അന്വേഷിക്കാം. നിക്ക്. ധനുഷ് അവന്റെ സാധനങ്ങൾക്ക് എടുത്തോണ്ട് തിരിച്ച് വീട്ടിൽ പോയി. സമാധാനമായല്ലോ നിങ്ങൾക്ക്, അല്ലേ? ഇനിയും സമാധാനമായില്ലെങ്കിൽ ചെല്ല്. അവന്റെ പുറകെ ചെന്ന് അവനെ ഇനിയും ഉപദ്രവിക്കും. ഞങ്ങൾ ആരെയും ഉപദ്രവിച്ചിട്ടില്ല. അവൻ എന്തോ കള്ളത്തരം കാണിച്ച് നിയമത്തിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് കരുതി അവൻ ചെയ്തതെല്ലാം തെറ്റല്ലതാവുന്നില്ലല്ലോ. ശരി, നീ പറയുന്നതൊക്കെ ഞാൻ ശരിവെച്ചു. എനിക്ക് ഇനി ഒരു കാര്യം അറിഞ്ഞാൽ കൊള്ളാം. ഇവളെ ഇനി എന്താ ചെയ്യേണ്ടത്? ഇവളെ ഒഴുക്കുന്ന കണ്ണീരിന് ആര് സമാധാനം പറയും? അതൊന്നും ഏട്ടൻ കാര്യമാക്കണ്ട. ഈ വിവാഹം നടന്ന ഇവള് കരയേണ്ടതിന്റെ വളരെ കുറച്ചേ ഇപ്പൊ സ്നേഹ കരയുന്നുള്ളൂ. നിങ്ങൾക്കിപ്പോഴും ഞങ്ങളെ കുറ്റപ്പെടുത്താനാണ് താല്പര്യം. എന്തുകൊണ്ടാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് കേൾക്കാൻ പോലും ഏട്ടൻ തയ്യാറല്ല. സ്നേഹിക്ക് വരുന്ന നല്ലൊരു ജീവിതം ഞങ്ങളായിട്ട് തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് നന്ദേട്ടൻ കരുതിയിരിക്കുന്നു. പക്ഷേ ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ചെയ്യില്ലെന്ന് അച്ഛനും നന്ദേട്ടനും വ്യക്തമായിട്ട് അറിയാം. നീ ആരാ ഇതിന്റെ ഇടയ്ക്ക് കയറി അഭിപ്രായം പറയാൻ? അവരനിയനും ചേട്ടനും തമ്മിൽ സംസാരിക്കുന്നതിനിടയിൽ നിനക്കെന്താ കാര്യം? ഈ സംസാരം ചെന്ന് നിൽക്കാൻ പോകുന്നതേ ഒരു കൂട്ടവഴക്കിലോ തമ്മിലടിയിലോ ആവരുതെന്ന് കരുതിയാ ഞാൻ ഈ പറയുന്നത്. അത് കാണാനാണോ അവധി എടുത്ത് മിണ്ടാതെ നിൽക്കുന്നത്? എന്നാ എനിക്കതിന് പറ്റില്ല. ഒരു വലിയ പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിട്ടാ ഈ വിവാഹം തന്നെ വേണ്ടാന്ന് പറയുന്നത്. ധനുഷായിട്ട് സ്വയം ഇറങ്ങി പോയില്ലായിരുന്നെങ്കിൽ ഞാനായിട്ട് അവനെ ഇവിടുന്ന് ഇറക്കി വിട്ടാനെ. ഈ വിവാഹം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലെന്ന് അവന് നല്ല വ്യക്തമായിട്ടുണ്ട്. അതാവൻ തിരികെ പോയത്. സച്ചി, ഈ വിവാഹം ആലോചിച്ചതും തീരുമാനിച്ചതും ഞാനാ. ഈ വിവാഹം നടക്കില്ലെന്ന് നിങ്ങൾ പറയുന്നതിനർത്ഥം എന്റെ വാക്കിനും തീരുമാനത്തിനും നിങ്ങൾ വില കൽപ്പിക്കുന്നില്ല എന്നാ. അങ്ങനെ എനിക്ക് വില തരാത്ത മക്കളുടെ അഭിപ്രായവും ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. അച്ഛന്റെ നന്ദേട്ടന്റെ തീരുമാനമായതുകൊണ്ടാ ധനുഷ് ഇവിടുന്ന് പോകാൻ ഇത്രയും വൈകിയത്. സ്നേഹ എന്തൊക്കെ പറഞ്ഞാലും കരുതിയാലും ശരി, എന്റെ അനിയത്തിയുടെ ജീവിതം നന്നായിരിക്കണമെന്ന് എനിക്ക് നല്ല നിർബന്ധമുണ്ട്.
ഇവർ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അങ്കിളിന് നന്ദേട്ടൻ ഇതൊന്നും മനസ്സിലാവാത്ത എന്താ? ഇതിപ്പോ സ്നേഹയുടെ വിവാഹം എന്നതിലുപരി എല്ലാവരുടെയും വാശി തീർക്കലായി മാറിക്കഴിഞ്ഞു. അതാണ് സത്യം. അനക്കേ, ചേച്ചി എന്നെ തടയണ്ട. കുറെ ദിവസമായി ഈ വീട്ടിലെ മനസ്സമാധാനം നഷ്ടപ്പെട്ടിട്ട്. എല്ലാ പ്രശ്നങ്ങളും തീരാനായി പറയുന്നത്. ഈ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും തീരത്തില്ല അനഘേ. ഈ വിവാഹത്തോടെ അല്ലാതെ ഇവിടെ ഒന്നും അവസാനിക്കുന്നുമില്ല. ആ, ഇതാണ് ഏട്ടൻ പറഞ്ഞതിലെ ഏറ്റവും വലിയ തെറ്റ്. സ്നേഹയുടെയും ധനുഷിന്റെയും വിവാഹത്തോടെ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുകയല്ല, ഇതിലും വലിയ പ്രശ്നങ്ങൾ ഈ വീട്ടിൽ തുടങ്ങാൻ പോവുക. ധനുഷ് നിങ്ങൾ കരുതുന്ന പോലൊരാളല്ല. പേര് പോലും ധനുഷ് എന്നല്ല. ഷാഹിർ എന്ന പേരുള്ളൊരാള് ധനുഷായി ഇവിടെ വന്നത് എന്തിനാണെന്നോ, മനഃപൂർവ്വമായിട്ട് എല്ലാവരുടെയും സ്നേഹം പിടിച്ചു പറ്റിയത് എന്തിനാണെന്നോ അന്വേഷിക്കണോ ആദ്യം. അതിന്റെയൊക്കെ ഉദ്ദേശം പോലും ഇവിടെ ആർക്കും അറിയില്ല. അർച്ചന നിർത്ത്. ഇനിയും പുതിയ പുതിയ കഥകൾ ഉണ്ടാക്കണ്ട. ധനുഷ് സ്വന്തം വീട്ടിലേക്ക് പോയെന്ന് കരുതി ഈ വിവാഹം ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടുമില്ല. അങ്ങനെ ഉപേക്ഷിക്കുന്നുമില്ല. ഇവളുടെ കാര്യം നോക്കാൻ എനിക്കറിയാം. ആര് നടത്താൻ നോക്കിയാലും ഞാനതിന് സമ്മതിക്കില്ല. ഇത്രയും കാലം ഇവളുടെ കാര്യങ്ങളൊക്കെ നോക്കിയത് ഞാനാണല്ലോ. ഇനിയും അങ്ങനെ തന്നെ മതി. ഇത്രയും നാള് ഏട്ടൻ മറ്റെവിടെ ആയിരുന്നില്ലേ? അപ്പൊ ഇവളെ ഒന്നും വന്ന് കാണാൻ പോലും ഏട്ടൻ കൂട്ടാക്കിയില്ലല്ലോ. അതുകൊണ്ട് അത്രയും സ്നേഹം ഏട്ടൻ അവളോട് കാണിക്കാൻ വേണ്ട. പിന്നെ ഞാൻ തല്ലാത്തതേ നിന്റെ ഭാര്യയുടെ മുന്നിൽ വെച്ച് തല്ലുകൊള്ളുന്നത് നിനക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ഓർത്തതുകൊണ്ട് മാത്രമാ. ഇനി ഇനി അധികം നിന്ന് പ്രസംഗിച്ച ഞാനതൊന്നും ഓർക്കത്തില്ല. അതെ, എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയുവാണ്. ഇനി ഇവളുടെ നിശ്ചയമല്ല ഞാൻ നടത്താൻ പോകുന്നത്, വിവാഹമാ. ഏട്ടാ, എതിർക്കുന്നവർക്ക് എതിർക്കാം. അത് പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം ആയിരിക്കണമെന്ന് മാത്രം. നീ വിഷമിക്കണ്ട മോളെ. നിന്റെ വിവാഹം ഈ ഏട്ടൻ നടത്തും, നിനക്കിഷ്ടപ്പെട്ട ആളിനോടൊപ്പം തന്നെ. അതിനെ ആരെതിർത്താലും ഈ ഞാൻ നടത്തും. എതിർക്കുന്നവർക്ക് എതിർക്കാം. അത് പക്ഷേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം ആയിരിക്കണമെന്ന് മാത്രം.
നിന്റെ വിവാഹം ഈ ഏട്ടൻ നടത്തും. നിനക്കിഷ്ടപ്പെട്ട ആളിനോടൊപ്പം തന്നെ. അതിനെ ആരെതിർത്താലും ഈ ഞാൻ നടത്തും. അർച്ചന, താനിങ്ങനെ വിഷമിക്കുന്നത് തന്റെ വ്യക്തിപരമായ ഒരു കാര്യത്തിനല്ല, എന്റെ കുടുംബം കാരണമാണ്. ഞാനും എന്റെ വീട്ടുകാരും കാരണം താൻ ഇനി ഇങ്ങനെ വിഷമിക്കുന്നതും ടെൻഷൻ അടിക്കുന്നതും കണ്ടു നിൽക്കാൻ എനിക്കല്പം പ്രയാസമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടുപേർക്കും ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാം. നമുക്ക് സമാധാനമായിട്ട് ജീവിക്കാനും നമ്മുടെ കാര്യങ്ങൾ നോക്കാനും എന്തുകൊണ്ടും അതാ നമുക്ക് നല്ലത്. അതുകൊണ്ട് നമുക്കിപ്പോൾ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാം. താനും വേണ്ട എന്താന്ന് വെച്ചാൽ എടുക്ക്. ഇനി നമുക്ക് ഇവിടമായിട്ട് ഒരു ബന്ധവും വേണ്ട. പറഞ്ഞാൽ മനസ്സിലാവാത്തവര് അവരുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ചാൽ ചെയ്യട്ടെ. പറഞ്ഞിട്ട് മനസ്സിലായില്ലെങ്കിൽ അനുഭവത്തിലൂടെ പഠിച്ചോളും. താനെന്തെങ്ങനെ നോക്കി നിൽക്കുന്നേ? എടോ, ഞാൻ പറഞ്ഞ താൻ കേട്ടില്ലേ? കേട്ടു. പക്ഷേ നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് ശരിയായൊരു കാര്യമല്ല സച്ചേട്ടാ. സ്നേഹയുടെ കാര്യം മാത്രമല്ലല്ലോ, പിന്നെയില്ല ഇവിടെ ആളുകള്. അച്ഛൻ, അനഘ, അവരെ കൂടി നമ്മൾ നോക്കണ്ടേ? ഇപ്പൊ ഉള്ളൊരു ദേഷ്യത്തിന് എടുത്തു ചാടിയാ മറ്റൊരു തിരിച്ചറിവിൽ നമുക്ക് തിരിച്ചു വരാനായില്ലെന്ന് വരും. അങ്ങനെ വന്നാലും അന്ന് ഈ വീടിന്റെയും ഇവിടെ ഉള്ളവരുടെ അവസ്ഥ എന്തായിരിക്കുമെന്ന് സച്ചേട്ടനറിയോ? എടോ, എന്തായാലും അതൊന്നും നമ്മുടെ വിഷയമല്ലെന്ന് ഞാൻ പറയുന്നേ. നമ്മൾ ഇവിടെ നിൽക്കുന്തോറും ഇവിടെ ഉള്ളവരുടെ തീരുമാനത്തോട് യോജിച്ചു പോവാൻ നമുക്കാവില്ല. അപ്പോ നമ്മൾ അതിനെ എതിർത്ത് സംസാരിക്കേണ്ടി വരും. പിന്നെ അറിയാലോ എനിക്ക്. ഇങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മളോട് ഇവിടെ ഉള്ളവർ തന്നെ ഇറങ്ങിപ്പോവാൻ പറയും. അന്ന് നാണം കെട്ട് ഇറങ്ങുന്നതിനേക്കാളും നല്ലതല്ലേ ഇന്ന് സ്വയം മാറിക്കൊടുക്കുന്നത്. എല്ലാവരുടെയും ജീവിതത്തിൽ ഇടപെട്ട് നമ്മളെന്തിനാ മോശക്കാരാവുന്നത്? താൻ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഉൾപ്പെടെ ഉള്ളവരുടെ എല്ലാ കാര്യത്തിലും ഇടപെട്ട് താൻ വിഷമിച്ചിട്ടേ ഉള്ളൂ. അപ്പോ നമുക്ക് നല്ലൊരു ജീവിതം വേണമെന്ന് തോന്നിയിട്ട് പോലും അങ്ങനൊരു ജീവിതം ജീവിക്കാനാവുന്നില്ല. എടോ, ഇവിടെ തുടർന്നാൽ എന്നും നമുക്ക് ഇങ്ങനെ ജീവിക്കാനാവൂ? എല്ലാവർക്കും വേണ്ടി എന്റെയും തന്റെയും ജീവിതവും സമയവും എന്തിനാ പാഴാക്കുന്നേ? സച്ചേട്ടൻ പറയുന്നൊക്കെ എനിക്ക് മനസ്സിലാവും. ഞാനും ഇതുപോലെ മുന്നേ തീരുമാനിച്ച് സച്ചേട്ടനോട് പറഞ്ഞ കാര്യം ഇത്. അന്ന് സച്ചേട്ടൻ എന്നോട് പറഞ്ഞത് സ്നേഹം ഒരിക്കലും അങ്ങനെയുള്ള ജീവിതത്തിലേക്ക് വിട്ടുകൊടുക്കരുതെന്നോ. ആ ഒരു വാചകത്തിലാ ഞാൻ തീരുമാനം മാറ്റി വീണ്ടും ഇതിനായിട്ട് ഇറങ്ങിയത്. ഇപ്പോ നമ്മൾ ഇവിടുന്ന് പോയ അതിനർത്ഥം ധനുഷിന്റെ അവന്തികേടത്തിയുടെ മുമ്പില് തോറ്റുപോയിന്നോ? അങ്ങനെ പരാജയം സമ്മതിച്ച് പോവാനായിരുന്നെങ്കിൽ നേരത്തെ ആവായിരുന്നില്ല നമുക്ക്. അർച്ചന തോറ്റ അതിനർത്ഥം സച്ചേട്ടൻ തോറ്റുന്ന. ഞാൻ ഒരിക്കലും സച്ചേട്ടന്റെ തോൽവി ആഗ്രഹിക്കാത്തതുകൊണ്ട് ഈ തീരുമാനം തെറ്റാണെന്നേ ഞാൻ പറയൂ. സ്നേഹയോടുള്ള സ്നേഹം കൊണ്ട് നമ്മൾ ഈ വിവാഹത്തെ എതിർത്തുവെങ്കിലും ഇപ്പൊ ആ സ്നേഹം പോലെ തന്നെ മറ്റുള്ളവരോടുള്ള വാശിയും എനിക്കുണ്ട് സച്ചേട്ടാ. ആരുടെ മുമ്പിൽ തോൽക്കരുതെന്നുള്ള വാശി. എനിക്കറിയാം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോവാൻ സച്ചേട്ടൻ എന്തുകൊണ്ട് തീരുമാനിച്ചു. ആ കാരണം എന്റെ വിഷമവും ടെൻഷനും അല്ലേ. എങ്കിൽ അത് കാര്യമാക്കണ്ട. എന്റെ ഈ വിഷമവും ടെൻഷനും എല്ലാം ഒന്ന് മറക്കാൻ
എന്റെ ജീവിതത്തിലുള്ളൂ. എന്നോടൊപ്പം നിൽക്കണം. അനൂപേട്ടനും സന്ദീപും മീരയെടുത്തിയും അങ്ങനെ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ വിജയിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന അവരെ കൂടി വിഷമിപ്പിക്കുകയും തോൽപ്പിക്കുകയും ചെയ്യുന്നൊരു തീരുമാനം നമുക്ക് എടുക്കണ്ട. നമ്മൾ വിചാരിച്ച പോലെയൊക്കെ ഒരു ദിവസം നടക്കും. സച്ചേട്ടൻ നോക്കിക്കോ.